ഷെയ്ഖ് ജീലാനി അത്ഭുതങ്ങൾ 4. കടക്കാൻ കഴിയാത്ത കടവ്. ഷെയ്ഖ് അത്വൽ ഔഫി റളിയല്ലാഹു അൻഹു വലിയ മഹാനായിരുന്നു. അദ്ദേഹത്തിന് ഒട്ടേറെ ശിഷ്യന്മാരുണ്ട്. എല്ലാവരും അധ്യാത്മരംഗത്ത് അറിയപ്പെട്ടവരാണ്. അത്ഭുതങ്ങൾ പലതും കാണിക്കാൻ അവർ മിടുക്കന്മാരായിരുന്നു. സിംഹത്തിൻ്റെ പുറത്തുവരെ യാത്ര ചെയ്യുന്നവർ ആ കൂട്ടത്തിലുണ്ട്. പക്ഷേ ഷെയ്ഖ് അത്വയും ശിഷ്യന്മാരും ഗുരു അബ്ദുൽ ഖാദിർ റളിയല്ലാഹു അൻഹുവിനെ വേണ്ടത്ര ഗൗനിച്ചിരുന്നില്ല. ഇത് ശ്രദ്ധയിൽപ്പെട്ട അബൂ മുഹമ്മദ് മുഫ്രിജ് എന്ന മഹാൻ ഒരിക്കൽ ബഗ്ദാദിലെത്തിയപ്പോൾ ജീലാനിയോട് ഇക്കാര്യം പറഞ്ഞു. പക്ഷേ ജീലാനി അപ്പോൾ ഒന്നും പ്രതികരിച്ചില്ല. ദിവസങ്ങൾ പലതും കഴിഞ്ഞു. മുഫ്രിജ് സ്വന്തം നാട്ടിലേക്ക് തിരിക്കാൻ നേരം ഷെയ്ഖ് പറഞ്ഞു, ഇനി നീ അത്വാവും സംഘവും നൈസാനിലേക്ക് കടക്കുന്ന കടവെത്തിയാൽ അവിടെ നിന്ന് ഇങ്ങനെ പറയണം: അബ്ദുൽ ഖാദിർ നിന്നോട് കൽപ്പിച്ചിരിക്കുന്നു, അത്വയെയും ശിഷ്യന്മാരെയും കടത്തി വിടരുതെന്ന്. അത്വയും സംഘവും എല്ലാ വെള്ളിയാഴ്ചയും നൈസാനിലേക്ക് പോകുന്നത് ഒരു കടവ് കടന്നായിരുന്നു. ഇതറിയാവുന്ന മുഫ്രിജ് ഗുരു പറഞ്ഞതുപോലെ കടവത്ത് ചെന്ന് ആജ്ഞ കൈമാറി. തൊട്ടടുത്ത വെള്ളിയാഴ്ച അത്വയും സംഘവും കടവിലെത്തി. പതിവനുസരിച്ച് അവർ പുഴ താണ്ടാൻ ഒരുങ്ങിയതും വെള്ളം പെടുന്നനെ പൊങ്ങി വന്നു. അവർ അമ്പരന്നു. അപ്പുറത്തേക്ക് കടക്കാൻ കഴിഞ്ഞില്ല. ഇത് കണ്ട് ഗുരു അത്വാവ് പറഞ്ഞു, നമുക്ക് തിരിച്ചു പോകാം, നമുക്കൊരു അബദ്ധം പിണഞ്ഞിരിക്കുന്നു. ഉടൻ ബഗ്ദാദിലേക്ക് ലക്ഷ്യമിടുക. ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനിയെ കണ്ട് മാപ്പിരക്കുക. ഇത് കേട്ട് അത്വാഇൻ്റെ മകൻ ഇബ്രാഹിം പറഞ്ഞു, പോരാ, ഷെയ്ഖ് മുഫ്രിജിനോടും മാപ്പിരക്കണം. അത്ഭുതം! ഇത്രയും ആയപ്പോഴേക്കും വെള്ളം പഴയപടി താണുപോയി. അവർ അനായാസം കടവ് കടന്നു. വൈകാതെ ഷെയ്ഖ് ജീലാനിക്കരികിൽ വിനയാന്വിതരായി ആ സംഘം എത്തി.